ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ കുടംപുളി ചേർത്ത് തയ്യാറാക്കിയ നല്ലൊരു മീൻകറിയാണ്. വളരെ വേഗത്തിൽ സിമ്പിളായി നമുക്ക് ഈ മീൻകറി തയ്യാറാക്കാം. ഇതിനായി 500 ഗ്രാം കേരമീൻ എടുത്തിട്ടുണ്ട്. കൂടാതെ മഞ്ഞൾപ്പൊടി, 15 അല്ലിയോളം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മുഴുവൻ ഉലുവ. ഇനി 6 കഷ്ണം കുടംപുളി കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിലേക്ക് ഏകദേശം ഒരു 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/2 സ്പൂൺ ഉപ്പും അല്പം കറിവേപ്പിലയും ചേർത്ത് ഇതിന് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് മാറ്റിവെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 സ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുടംപുളി ചേർത്ത വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് ലൂസാക്കി എടുക്കാം. ഇനി മീൻ തയ്യാറാക്കാനായി ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് 3 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 10-15 മുഴുവൻ ഉലുവ ചേർത്ത് കൊടുക്കാം. ഇതോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ചുവന്ന് വരുന്നത് വരെ നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് ചുവന്ന് വരുമ്പോഴേക്കും ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കഴിഞ്ഞാൽ നമുക്കിനി ലൂസാക്കി വെച്ചിരുന്നതായ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. 1 മിനിറ്റ് കഴിഞ്ഞ് കുടംപുളി തിളപ്പിച്ചതായ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 500 ഗ്രാം മീനായതുകൊണ്ട് നമുക്ക് ഈ ഒരു വെള്ളം മാത്രം മതിയാവില്ല. അഡീഷണലായി 2 ഗ്ലാസ് വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അഡീഷണലായി ചേർക്കുന്ന വെള്ളം നല്ല ചൂടുവെള്ളമായിരിക്കണം. ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം അല്പം പച്ച കറിവേപ്പില കൂടെ ചേർത്ത് ഇതിനെ അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിക്കണം. ആദ്യത്തെ ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കിയുള്ള സമയം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഏകദേശം 10 മിനിറ്റോളം നമുക്കിത് വേകാനായി ആവശ്യമുണ്ട്. 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. പിന്നെയുള്ള സമയം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ തുറന്ന് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് അല്പം കായപ്പൊടി ചേർക്കുന്നുണ്ട്. അതോടൊപ്പം 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ബാക്കിയുള്ള സമയം ലോ ഫ്ലെയിമിലാക്കി ഒരല്പനേരം ഇരുന്നതിന് ശേഷം നമുക്കിതിന് ഓഫ് ചെയ്ത് വെക്കാം. കുടംപുളി ചേർത്ത മീൻകറി ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ സിമ്പിളായി വേഗത്തിൽ നമുക്കിത് തയ്യാറാക്കാം. തലേ ദിവസം രാത്രി ചെയ്ത് പിറ്റേന്ന് എടുക്കുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്